ഇന്ന് വേറൊന്നല്ല, ഇന്ന് നല്ലൊരു കാഴ്ചയാണ്. നമ്മുടെ ആടിനെ കറക്കുന്ന കാഴ്ചയാണ്. ആടിനെ കറക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഈ ആടിനെ കറന്നിട്ടാണ് നമ്മുടെ ലിയോയ്ക്കുള്ള പാൽ കൊടുക്കുന്നത്. ലിയോ എല്ലാ ദിവസവും രാവിലെ ആകുമ്പോഴേക്കും കച്ചറയാണ്. അതായത് അവൾ നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോയി ഓടിച്ചെന്ന് അവിടുന്ന് ആദ്യം പാൽ കിട്ടാനാണ്. ഈ കപ്പ് എപ്പോഴും അവൾ തിരഞ്ഞു നിൽക്കും. കാരണം ആ കപ്പ് കണ്ടു കഴിഞ്ഞാൽ അവൾക്കറിയാം അവളെ പാൽ കറക്കാനുള്ളതാണ്. എന്നിട്ടിപ്പോൾ പാല് കറന്ന് ഈ ആടിനെ കണ്ടു കഴിഞ്ഞാൽ അവളും ഈ ആടും തമ്മിൽ ഭയങ്കര പോരാട്ടോ. പക്ഷെ പാല് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര കച്ചറയാണ്. ഇപ്പം അച്ഛൻ്റെ അടുത്ത് നിന്ന് പാല് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ പാലൊക്കെ കറന്ന്, അതായത് കുറച്ച് പാലും ആട്ടുംപാലും ബാക്കി കുറച്ച് വെള്ളവും കൂട്ടിയിട്ടാണ് അവൾക്ക് കൊടുക്കാറ്. രാവിലത്തെ മെയിൻ ഫുഡാണ് അവളത്. എന്തായാലും പാലൊക്കെ കറന്ന് കഴിഞ്ഞ് അച്ഛൻ പാല് കൊണ്ടുവരുന്ന കഥ കണ്ടില്ലേ, അവിടെ കാത്തിരിക്കുകയാണ്. പാല് കിട്ടാൻ വേണ്ടി കച്ചറ തുടങ്ങി. അവിടെ പൊരിഞ്ഞ കച്ചറയാണ്. നേരെ നമ്മുടെ പൈപ്പിൻ്റെ ചോട്ടിൽ പോയി കുറച്ച് വെള്ളം നിറച്ച്, അതായത് എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് ആ ഭാഗത്ത് കൂടെ ഒക്കെ അച്ഛൻ്റെ പിന്നാലെ നടക്കുകയാണ്. ചാടി ചാടി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഇതൊരു എല്ലാ ദിവസത്തെയും റൊട്ടീനാട്ടോ. ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെയിലി അവൾക്ക് പാല് കിട്ടാൻ, ഇപ്പോൾ കുറച്ച് വെള്ളം അച്ഛൻ കൂട്ടി. ഇനി പാലും വെള്ളം കൂടി മിക്സ് ചെയ്ത് അവളെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കണ വരെ ആ പിന്നാലെ നടക്കലുണ്ടാവും. അതായത് ഇത് കിട്ടുന്നവരെ, ഇതിപ്പോൾ ഈ ഒരു ശീലം പഠിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസത്തിൻ്റെ അടുത്തായി. അപ്പോൾ ആ ഒരു റേഞ്ച് വരെ അവൾക്കിപ്പോൾ ഡെയിലി പാല് കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ വീഡിയോയിലൊക്കെ, നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 100-400 മീറ്ററാണ് നമ്മുടെ തറവാട് വീട്ടിലേക്കുള്ളത്. പാലെത്തി, പാല് കുടിക്കാൻ തുടങ്ങി. പാല് നല്ല സ്പീഡിലാട്ടോ. അതായത് രാവിലത്തെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് അടുത്ത് കറങ്ങാൻ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പാല് കുടിക്കുന്നത്. ഈ പാല് കുടിച്ചിട്ട് ഞാൻ വണ്ടി എടുക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയായിരിക്കും. വണ്ടി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം ഇറങ്ങി ഓടും. അതായത് ഇറങ്ങി ഓടുമ്പോൾ നേരെ എൻ്റെ മുന്നിലോടും. അപ്പോൾ നമ്മൾ കയറ്റാതിരിക്കില്ലല്ലോ, നമ്മൾ പോണ വഴിക്ക് എടുക്കുന്നുള്ളൊരു തോന്നല വെക്കുന്നുണ്ട്. അതിന് വേണ്ടി ഓടും. നമ്മളൊന്ന് അമർത്തി ഒന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കൂട്ടിലേക്ക് തന്നെ കയറും. അതായത് 2 സ്ഥലത്തും 2 വീട്ടിലും അവൾക്ക് കൂടുണ്ട്. നമ്മുടെ പുതിയ വീട്ടിലുണ്ട്, അവിടെ പഴയ വീട്ടിലും, 2 വീട്ടിലും അവൾക്ക് അവളുടേതായിട്ടുള്ള കൂടുണ്ട്. പുതിയ വീട്ടിലുള്ള കൂട്ടിൽ അവൾക്ക് കുറച്ച് ചൂട് കൂടുതലാണ്. അതായത് ഇവിടെ വെയിലിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട്, ഇതിപ്പോൾ എനിക്ക് ഷെയ്ക്കൻ്റെ തരാൻ വേണ്ടി വരികയാണ് ഇവിടെ. ഷെയ്ക്കൻ്റെ തന്നിട്ട് ഇനിയിപ്പോൾ പാല് ബാക്കി കുടിക്കാൻ പോവാണ്. എന്തായാലും നല്ല രസമുള്ള, അതായത് നമ്മുടെ ലിയോനെ പറ്റി ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അതായത് അവൾ ഭയങ്കര ഇണക്കമുള്ളൊരു ഇതാണ്. സത്യത്തിൽ നമ്മൾ ഡോഗിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞല്ല കേട്ടോ. നമുക്കിത് അവളങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പതുക്കെ അത് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ അവൾ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ 1 വയസ്സ് വരെ അവരോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അതിന് ശേഷമുള്ള അവർ പുതിയതായിട്ടൊന്നും പഠിക്കാൻ അവർ തയ്യാറാവില്ല. ഇപ്പോൾ വന്ന് നമുക്ക് 3-ാം മാസമുള്ള സമയത്താണ് ഇവളെ കിട്ടുന്നത്. ആ സമയം മുതൽ ഇതുവരെ അവൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് പഠിച്ചിരുന്നു. ഇപ്പം ഇനി പുതിയ കാര്യങ്ങളൊന്നും പഠിക്കില്ല. അപ്പോൾ ന്യൂസ് പേപ്പർ എടുക്കാനൊക്കെ ആ തുടക്കത്തെ സമയത്തൊക്കെ നമ്മൾ കുറച്ച് പഠിപ്പിച്ചത് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പാലുടി കഴിഞ്ഞു. ഞങ്ങളിനി നേരെ അടുത്ത കളികളിലേക്ക് ഇറങ്ങി. അടുത്ത കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് വേറെ എവിടേക്കുമല്ല, ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യണം. അതായത് ചെയ്തിട്ടില്ല, വണ്ടിയിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് പൊരിഞ്ഞ കച്ചറയായിരിക്കും. ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഭയങ്കര കച്ചറയായിരിക്കും. ഇപ്പോൾ അവളെ പാലുടി കഴിഞ്ഞു, രാവിലത്തെ പ്രഭാത ഭക്ഷണവും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഉച്ച വരെ അവൾ ഫുൾ ഓക്കെയാണ്, സെറ്റായിട്ട് അവിടെ അടങ്ങി ഒതുങ്ങി നമ്മൾ പറയുന്നത് കേട്ടിരിക്കും. അവൾ പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി. ഇതവളെ മെയിൻ വണ്ടിയാണ്. ഏത് വണ്ടിയാണ് നമ്മൾ പറയുന്ന ആ വണ്ടിയിൽ അവൾ ചാടിക്കയറും. അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതായാലും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് ആലോചിക്കുക. മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരെങ്കിലുമൊക്കെ ഡോഗിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതായാലും ഇതാണ് നമ്മുടെ ലിയോയുടെ ഏറ്റവും മെയിൻ സ്വഭാവം. വണ്ടിയിൽ കയറുക, വണ്ടിയിൽ യാത്ര ചെയ്യുക. ഇത് തന്നെയാണ് അവളുടെ മെയിൻ ഹോബി. ഇപ്പോൾ ആ കൈ തരുന്നത് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്, വണ്ടി എടുത്ത് പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവൾ ഈ കൈ തരുന്നത്.
നമ്മൾ വീഡിയോ എടുക്കുകയൊക്കെ ആണെങ്കിൽ അതിലേക്ക് തന്നെ നോക്കി അതേപോലെ അതായത് നമ്മുടെ അത്രയും കൊഞ്ചി നിൽക്കുന്നൊരു കുട്ടിയാണ്. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേയൊക്കെ നമ്മൾ ഹോട്ടലുകളിലൊക്കെ കൊണ്ടുപോയി അവിടെ കോക്കിയായിരുന്നു അവൾ. എല്ലാത്തിനും ഉഷാറാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.